ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ആണോ ഇൻവെന്ററി ബിസിനസ് ആണോ ബെറ്റർ? വെൽക്കം ടു ഡേ 13 ഓഫ് 100 ഡേയ്സ് ബിസിനസ് ചലഞ്ച്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് തുടങ്ങണോ അല്ലെങ്കിൽ നോർമൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ എന്ന്. എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുന്നു. ഇഫ് സമ്മൺ പ്ലേസ് ആൻ ഓർഡർ, സപ്ലയേഴ്സ് ആയിരിക്കും അത് ഷിപ്പ് ചെയ്ത് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്. നോ സ്റ്റോക്ക്, നോ സ്റ്റോറേജ്, നോ പാക്കേജിംഗ്, ഓൺലി മണി. സോ എന്താണ് ഇൻവെന്ററി മോഡൽ? നിങ്ങൾ സാധനം സ്റ്റോക്ക് എടുത്ത് നിങ്ങളുടെ സ്ഥലത്ത് വെച്ചേക്കുന്നു. ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് അത് പാക്ക് ചെയ്ത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണോ നല്ലത് അതോ ഇൻവെന്ററി ബിസിനസ് ആണോ നല്ലത്? പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡ്രോപ്പ് ഷിപ്പിംഗ്. പ്രോസ് നോക്കാം. നോ ഇൻവെസ്റ്റ്മെന്റ് ഫോർ സ്റ്റോക്ക് ആൻഡ് ഈസി ടു സ്റ്റാർട്ട്. പക്ഷെ പ്രോഫിറ്റ് മാർജിൻ കുറവായിരിക്കും. അതുപോലെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലും ഷിപ്പിംഗ് ടൈമിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻവെന്ററി ബിസിനസ് ആണെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അതുപോലെ ബിസിനസിന്റെ ഫുള്ള് കൺട്രോളും നിങ്ങളുടെ കയ്യിലായിരിക്കും. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് മണി കൂടുതലായിരിക്കും. അതുപോലെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യണം. ഇഫ് യു ജസ്റ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ബെറ്റർ. പക്ഷേ നിങ്ങൾ ലോങ് ടൈം നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഫുൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻവെന്ററി ബിസിനസ് ആണ് ബെറ്റർ. നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഡ്രോപ്പ് ഷിപ്പിനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാനായിട്ട് DS എന്ന് കമന്റ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും DM അയച്ചു തരാം. ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ മീ ഡേ 14. ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമറിന്റെ കൈ കിട്ടുമ്പം അവർ വാവ് എന്ന് പറയാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം.